ഈസി വൈറ്റനിങ് നൈറ്റ് ക്രീമാണ്. അതേ സാധനം തന്നെയാണ് ഷാജീസ് ബ്യൂട്ടി ക്രീം എന്ന് പറഞ്ഞിട്ട്. ഏത് മരുന്ന് കഴിച്ചാലും വളരെ വേഗത്തിൽ സ്കിന്നിലോട്ട് അബ്സോർവ് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഉപയോഗിക്കുമ്പോൾ കെമിക്കൽസ് ആഡ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. എന്റെ പുറകിൽ തന്നെ ഡ്രഗ് ഇൻസ്പെക്ടർക്ക് ഡ്രഗ് കൺട്രോളർക്കും ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. ഇന്നോ നാളെയോ ഇതിന്റെ പേരിൽ ഇതിന്റെ പുറകെ ഒരു പരാതി അവിടുത്തെ പോലീസ് സ്റ്റേഷനിലും അവിടുത്തെ SP-ക്കും നമ്മുടെ ADGP-ക്കും പിന്നെ കോടതിയിൽ നിന്നും ഒരു നോട്ടീസ് ഈ ആഴ്ച തന്നെ അത് ഫയൽ ചെയ്യും. 101%. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ ഞാൻ ഷാജിയുടെ ആ ഒരു പേജിലൂടെ പോയപ്പോഴത്തേക്കും അവര് മെയിനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് അവരുടെ ഫേസ് വൈറ്റനിങ് ക്രീമാണല്ലോ. അപ്പോൾ ആ ക്രീമിന്റെ ആധികാരികത എന്താണ്, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഇതിൽ രജിസ്റ്റേർഡ് ആണോ, അത് നിയമപരമായിട്ട് നമുക്ക് വിൽക്കാനായിട്ടുള്ള അവകാശമുണ്ടോ, അല്ലെങ്കിൽ അളവിൽ കൂടുതലായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളുടെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള എന്തെങ്കിലും ഇതായിട്ടുള്ള മെറ്റീരിയൽസ് വല്ലതും അതിൽ അടങ്ങിയിട്ടുണ്ടാകും, ഈ ലെഡ് മെർക്കുറി പോലുള്ള അംശങ്ങളൊക്കെ. കാരണം ഈ ലെഡ് മെർക്കുറി പോലുള്ള അംശങ്ങളൊക്കെ നമ്മളുടെ ബോഡിയിൽ സ്കിന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്യുകയും നമ്മളുടെ പല ഇന്റേണൽ ഓർഗൻസും അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ക്രീം പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കണ്ടൻസ് എന്താണെന്ന് കാണിക്കണ്ടേ. ഇതാണ് ഇതിൻ്റെ കണ്ടൻസ്, ഇതിൽ ഇന്ന സാധനം ഇത്രയും അളവിൽ കൂടുതലുണ്ട്, ഇതിൽ കൊണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്തെങ്കിലും കാണിക്കട്ടെ. ഞാൻ എന്നിട്ട് നെറ്റിലൊക്കെ അടിച്ച് നോക്കി, ക്രോമിലൊക്കെ ഇവരുടെ ഷാജി ക്രീം വന്നിട്ടൊക്കെയുള്ള അവർ പറയുന്നത് നോക്കിയപ്പോഴത്തേക്ക് എവിടെയും ഇവിടെ ആ ഒരു ബോട്ടിൽ ഇതുപോലും ഇല്ല. പല വീഡിയോസ് കാണുമ്പോഴത്തേക്ക് നമുക്കത് സൂം ചെയ്ത് പോലും നോക്കാനിട്ടില്ല. വീഡിയോസിന് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു ഡെപ്പ് കാണിക്കുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് സൂം ചെയ്ത് നോക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ നമുക്ക് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് അറിയണ്ടേ ഇതിൽ എന്തെങ്കിലും മാരകമായിട്ടുള്ള എന്തെങ്കിലും കെമിക്കൽസ് ഉണ്ടെന്ന് അറിയണ്ടേ. കാരണം കുറേ ഫേസ് വൈറ്റനിങ് ക്രീംസ് ഇറങ്ങിയിട്ട് കുറേ ആൾക്കാരുടെ ലിവറും കിഡ്നിക്ക് ഇതുപോലെ ഡാമേജ് ആവുന്നുണ്ട്. അപ്പോൾ പല ഡോക്ടേഴ്സും വന്നിട്ട് ബോധവൽക്കരണം തരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ഫേസ് വൈറ്റനിങ് ക്രീമൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഈ ഒരു ക്രീമിൽ ഇവർ ഇതിൻ്റെ ആധികാരികത ഒന്നും പറയുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോയോ ആരെങ്കിലും വാങ്ങിച്ചതെന്തുണ്ടെങ്കിൽ എനിക്ക് ഇതിൽ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് വീഡിയോ ഇടാം. അപ്പോൾ ഇങ്ങനെ ഒരു ആധികാരികതയും ഇല്ലാത്തൊരു ക്രീംസ് ഇവർ എന്തിനാണ് ഇങ്ങനെ വിൽക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മളൊരു വാങ്ങിക്കാനുള്ള ആളെന്നുള്ള ഒരു നിലയിൽ നമ്മൾ ആ ക്രീമിൻ്റെ ഇത് നോക്കൂല, ഏതെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാകുമ്പോൾ നോക്കൂല. അങ്ങനത്തെ ഒരു സംഭവമില്ല. ഇത് ജസ്റ്റ് ഒരു ക്രീം ഒരു കുപ്പി ചെറിയൊരു പാത്രം കൊണ്ടുവന്നിട്ട് ക്രീം ഉണ്ട് ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിൽക്കണത്. അങ്ങനെയൊക്കെ നമുക്ക് ഈ ക്രീം വിൽക്കാണ്ട് പറ്റുമോ? അതിന് പല ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പല ഏജൻസിയുടെ അംഗീകാരം വേണ്ടേ, BAS പോലുള്ള അംഗീകാരം വേണ്ടേ. അപ്പോൾ അതുപോലെ ഇവരുടെ ക്രീം എന്തെങ്കിലും ആർക്കെങ്കിലും അതിൻ്റെ ഫോട്ടോയോ വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരിക, ഇതിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഇമെയിൽ അഡ്രസ്സ് തരാം, അതിലേക്ക് അയച്ചു തരിക. ഞാനപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നുള്ളത് എനിക്കറിയാവുന്ന ആൾക്കാർ കൂടി അന്വേഷിച്ചിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം. പിന്നെ രണ്ടാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വളരെ ഒരു മോശം തെറിയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോസാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ വീഡിയോസിൽ വന്നിട്ട് തെറി പറയുന്നത്? ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ആ ഒരു മുറിക്കകത്ത് ഒതുങ്ങി നിൽക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ പല റിയാക്ടേഴ്സും നിങ്ങളെ വിമർശിക്കാനായിട്ടുള്ള കണ്ടന്റ് നിങ്ങൾ തന്നെ ഇട്ട് കൊടുക്കുന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തിനാണ് റിയാക്ടേഴ്സ് വന്നിട്ട് എൻ്റെ ഇതിൽ പറയണത് എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ പറയും, ഇതേപോലത്തുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും പറയും വേറെ എന്തോരം ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അവരുടെ ഈ ക്രീമും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. അവരാരും വന്നിട്ട് തെറിയും കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ ഈ പ്ലാറ്റ്ഫോമിൽ. അവരുടെ കമൻസിൽ പല ആൾക്കാരും ചിലപ്പോൾ അവരെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് ചിലപ്പോൾ തെറിയോ അല്ലെങ്കിൽ വല്ല ബാഡ് കമൻസ് ഇടുന്നുണ്ടാവും. എന്നാൽ പോലും അവർ കൂടുതലും അവരെ സ്നേഹിക്കുന്ന ആൾക്കാരെന്ന് കൊണ്ടിട്ട് തന്നെ അവർ അതേപോലെ തിരിച്ച് ലൈവിലൂടെ പ്രതികരിക്കത്തില്ലല്ലോ. അത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയും മറ്റ് നിങ്ങളുടെ വീഡിയോ കാണുന്ന ആൾക്കാരെയും വെറുപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം വളരെ മോശമായിട്ടൊരു വീഡിയോ ആണ് ഷാജി ഇട്ടത്. അതെനിക്കിതിലേക്ക് വന്ന സ്ക്രീൻഷോട്ട് കാണിക്കാൻ പറ്റത്തില്ല. കാരണം ആരെങ്കിലും വല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അവരെന്നെ ചീത്ത പറയും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മളുടെ ഡൽഹി മലയാളിൻ്റെ ഒരു വീഡിയോ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഒരു കേസിന് പോകുന്ന പറഞ്ഞിട്ടുള്ളൊരു വോയിസ് ക്ലിപ്പായിരുന്നു നമ്മൾ കേട്ടത്. അപ്പോൾ ആ ഒരു വീഡിയോ വന്നിട്ട് നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം. ഞാൻ രമ, ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്നൊരു സോഷ്യൽ സംഘടന ഡൽഹിയിലുണ്ട്. ആ സോഷ്യൽ സംഘടനയുടെ മാനേജിംഗ് ട്രസ്റ്റി അല്ലെങ്കിൽ പ്രസിഡന്റാണ്. എൻ്റെ പേരിലൊരു വോയിസ് കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ യൂട്യൂബ് ഞാൻ അധികം യൂസ് ചെയ്യുന്ന ഒരാളല്ല. എങ്കിലും എൻ്റെ നാട്ടിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഒരു യൂട്യൂബറുടെ കുറേ വീഡിയോസ് എനിക്ക് അയക്കുകയും അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചർച്ച ചെയ്ത ഒരു വോയിസ് ക്ലിപ്പാണ്
ഒരു യൂട്യൂബർ എടുത്ത് അത് അവരുടെ യൂട്യൂബിലിടുകയും അതിങ്ങനെ കുറെ പേര് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് ഞാൻ ഡൽഹി മലയാളി അസോസിയേഷനെന്നോ എയ്മയെന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എയ്മയുടെ ഡൽഹി മലയാളി അസോസിയേഷന്റെയും വേൾഡ് ഡൽഹി മലയാളി അസോസിയേഷന്റെയും ഭാരവാഹിയല്ല. ഞാൻ ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു രജിസ്റ്റേർഡ് സംഘടന 1832 അതിന്റെ രജിസ്റ്റർ നമ്പർ 1832 1832. ഇത് വേണമെങ്കിൽ ആറ്റയിട്ടിട്ട് ആർക്കെങ്കിലും അന്വേഷിക്കാൻ പറ്റും. ഞാൻ അതിൽ പ്രതികരിച്ചത്, ഞാനും അച്ഛനില്ലാത്ത 2 കുട്ടികളെ വളർത്തിയ ഒരാളാണ്. പക്ഷേ നമ്മൾ മക്കളെ വളർത്തുമ്പോൾ നമ്മൾ സമൂഹത്തിന് എന്തെങ്കിലും ഒരു മുതൽക്കൂട്ടായിട്ട് വളർത്തണം. നമുക്ക് മക്കളെ പ്രസവിക്കാം, പക്ഷെ നമ്മുടെ ഇഷ്ടത്തിന് മക്കളെ വളർത്താനുള്ള അധികാരമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഞാൻ ആ യൂട്യൂബർ എന്റെ ശത്രുവല്ല, അവരെന്റെ മിത്രമല്ല, എനിക്ക് അവരറിയത്തില്ല. 38 വർഷമായിട്ട് ഡൽഹിയിൽ താമസിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ സ്ഥിതിക്ക് എനിക്ക് അവരോട് ഒരു ശത്രുത തോന്നേണ്ട കാര്യമില്ല. സമകാലീനമായ നാട്ടിലുള്ള ചില കാര്യങ്ങളിലും ഞാൻ പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. കേരളത്തിലല്ല, ഇന്ത്യ ഒട്ടാകെ ഒരു ഓൾ ഇന്ത്യ ഗ്രൂപ്പാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്, രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഡൽഹി ഇടപെടാം. പിന്നെ മെയിനായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്തേക്കുന്ന ഡൽഹി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് വേണ്ടി തന്നെയുള്ളതാണ്. അപ്പൊ മലയാളി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ തീർച്ചയായിട്ടും കേരളത്തിന്റെ സ്ഥിതി വളരെ മോശമാണ്. നമ്മൾ കുട്ടികളെ വളരെ ശ്രദ്ധിച്ച് വളർത്തിയില്ലെങ്കിൽ അടുത്ത തലമുറ എങ്ങനെയായിത്തീരും, ഇനി ഒരു ജനറേഷൻ, നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞു പോകുന്ന ഒരു ജനറേഷൻ എങ്ങനെയായിത്തീരും എന്ന് നമുക്ക് തീരെ പറയാൻ പറ്റില്ല. പിന്നെ ഞാനിത് പറഞ്ഞത് ഈ കുറച്ച് ചാനലുകളൊന്നും ഞാൻ കാണാറില്ലെങ്കിലും ഇതിന്ന് കുറച്ചൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്കും അത് മാനസികമായിട്ട് വിഷമം തോന്നി. കാരണം ഇനി വളർന്നു വരുന്ന ഒരു സമൂഹത്തിൽ ഒരു തലമുറ ഇങ്ങനെ വളർന്നു വരുമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് വിഷമം തോന്നി. ഞാനത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഇന്നലെ ഞാൻ ഡ്രഗ് ഇൻസ്പെക്ടർക്ക് കംപ്ലൈന്റ് ചെയ്തിരുന്നു. ഡ്രഗ് ഇൻസ്പെക്ടർക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. ഇവിടുന്ന് കോർട്ടിൽ നിന്ന് ഒരു നോട്ടീസും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇന്നോ നാളെയോ, അതായത് ഞായറാഴ്ചക്ക് മുമ്പ് തന്നെ ഈ നോട്ടീസ് അയക്കുകയും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു എഫ്ഐആർ ഇടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നാട്ടിലില്ല എങ്കിൽ പോലും വർഷത്തിൽ ഒരു 6 തവണ നാട്ടിൽ വരുന്ന, അതായത് ശനിയും ഞായറുകളും ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണ്. എന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് എല്ലാ ശനിയും ഞായറും മാസത്തില് ഏതെങ്കിലും ഒരു ശനിയും ഞായറും, ശനിയാഴ്ച വരും, ഞായറാഴ്ച രാത്രി നിൽക്കും, തിങ്കളാഴ്ച രാവിലെ തിരിച്ചു വരും. അതുകൊണ്ട് ഞാൻ മലയാളി അല്ലാത്ത ഒരാളല്ല. പിന്നെ എനിക്ക് മുഖമില്ലാതെയില്ല, എനിക്ക് വ്യക്തമായൊരു മുഖമുണ്ട്. എല്ലാവരും അറിയുന്ന ഒരു മുഖം തന്നെയാണ്. നിങ്ങൾ ഡൽഹിയിൽ വിളിച്ച് ചോദിച്ച ടോണി എന്ന് പറയുന്നത് എന്റെ സുഹൃത്ത് തന്നെയാണ്. പക്ഷെ പുള്ളിക്ക് വേൾഡ് മലയാളി അസോസിയേഷനിലെ രമയെ ചോദിച്ചാൽ അറിയില്ല. ഡൽഹി മലയാളി കൂട്ടായ്മ രമ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് അത് അറിയാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അന്വേഷിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, അതെന്റെ വിഷയമല്ല. ഞാൻ എന്റെ ഒരു പേരിൽ ഒരു വിവാദം ന്യൂസിൽ വന്നതുകൊണ്ട് മാത്രം അത് പ്രതികരിക്കാൻ തീരുമാനിച്ചതാ. എനിക്ക് അതിനോട്ട് സമയമുള്ള ഒരാളുമല്ല. നമുക്ക് ഇവിടെ തന്നെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ചാനലല്ല, ഇതുപോലെ രാത്രി പെയ്ഡ് മെമ്പർഷിപ്പ് നടത്തുന്നു, തെറി വിളിക്കുന്നു, അങ്ങനെയുള്ള കുറെ ചാനലുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ ചാനലുകൾക്ക് എനിക്കറിയാവുന്ന കുറെ ചാനലുകൾ, അതായത് കുറെ പേര് എനിക്ക് കുറെ സ്ക്രീൻഷോട്ടുകളും കുറെ ലിങ്കുകളും ഒക്കെ അയച്ചു. ആ ലിങ്കുകളെല്ലാം വെച്ചുകൊണ്ടാണ് കൊടുത്തേക്കുന്നത്. ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ഇതിനൊരു ആക്ഷൻ ഉണ്ടാവില്ല. കോടതിയിലെ കാര്യമാണ് അത്. ചിലപ്പോൾ പതുക്കെ ആക്ഷൻ ഉണ്ടാവുള്ളൂ. ആക്ഷൻ ഉണ്ടായാലും ഇപ്പൊ ഒരാൾ നമ്മൾ കേസ് കൊടുക്കുമ്പോൾ ആ കേസ് വിജയിക്കണം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അത് വിജയിക്കണമെന്ന് ഒരിക്കലും നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് കേസ് കൊടുക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത, അത് വിജയിക്കാതിരിക്കാം, അത് ശിക്ഷ കിട്ടാൻ, ശിക്ഷിക്കാതിരിക്കാം. പക്ഷെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു പ്രവണത കണ്ടപ്പോൾ ആ കുട്ടിക്ക് ജീവിക്കാൻ അധികാരമുണ്ട്, ജോലി ചെയ്യാൻ അധികാരമുണ്ട്. പക്ഷെ സമൂഹത്തിൽ ചില നിയമങ്ങളുണ്ട്. നമ്മളുടെ ഇടയിൽ, നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ ഉള്ള നിയമം നമ്മളിൽ ഓരോരുത്തർക്കും ബാധകമാണ്. ഒരു മരണ വീട്ടിൽ ചെല്ലുക, അവിടെ ചെന്ന് ഡാൻസ് ചെയ്യുക, അവിടെ ചെന്ന് മരണം ആഘോഷിക്കുക, ഒരു ശത്രു പോലും ചെയ്യാത്തൊരു കാര്യമാണ്. അതിനൊന്നും എനിക്കൊന്നും പറയാനുമില്ല. പക്ഷെ ഒരു മാനുഷിക പരിഗണന എന്ന നിലയിൽ ചില മനുഷ്യര് മാനുഷിക പരിഗണന അർഹിക്കുന്നവർക്ക് പോലും അത് കിട്ടാതെ പോകുന്ന ഒരു അവസരം വരുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളുടെ ആരുടെയും ശത്രുവല്ല, നിങ്ങൾ എന്റെയും ശത്രുവല്ല. ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ എന്റെ ജോലിയും എന്റെ സോഷ്യൽ വർക്കും എന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്ന ഒരാളാണ്. അതിനിടയ്ക്ക് വിവാദങ്ങൾ ഉണ്ടാക്കാനോ ഒരു യൂട്യൂബിൽ വന്നിരുന്ന് സംസാരിച്ച് 10 പേര് അറിയാനോ അങ്ങനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ ആഗ്രഹിക്കില്ല. ഞാൻ അത്ര അത്യാവശ്യം നല്ലൊരു വീട്ടിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ഫേസും ഉണ്ട്, എനിക്ക് നല്ലൊരു പേരുമുണ്ട്. അത് മാറ്റാനോ അല്ലെങ്കിൽ അതിനായിട്ട് ഇനി ഫേസ്ബുക്കിൽ വന്നിരുന്ന് വേറൊരു പേരുണ്ടാക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദയവായി ആ പറഞ്ഞ ആള് ഞാൻ തന്നെയാണ്. മുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മുഖം കാണിക്കാമെന്ന് വിചാരിച്ചത്. അത്
ഞാൻ അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അത് ആരാടാണോ പറഞ്ഞിട്ടുള്ള അവരെ ഇത് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആ യൂട്യൂബർമാരെയൊക്കെ പലരെയും ഇന്നലെയൊക്കെ വിളിച്ചപ്പോൾ ഇങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു. അവരവരെ ഇഷ്ടത്തിന് കൊടുത്തത് അതെന്റെ ഉത്തരവാദിത്വമല്ല. അതിലെനിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. ആ വോയിസിന്റെ ഉടമ ഞാൻ തന്നെയാണ്. ഞാനിവിടെ ഡൽഹിയിലുള്ള ആളാണ്. ഞാൻ തന്നെയാണ് ആ വോയിസ് ഇട്ടത്. ആ വോയിസ് ഇട്ടതിന്റെ പുറകിൽ തന്നെ ഡ്രഗ് ഇൻസ്പെക്ടർക്ക്, ഡ്രഗ് കൺട്രോളർക്കും ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. ഇന്നോ നാളെയോ ഇതിന്റെ പുറകെ ഒരു പരാതി അവിടുത്തെ പോലീസ് സ്റ്റേഷനിലും അവിടുത്തെ SP-ക്കും നമ്മുടെ ADGP-ക്കും പിന്നെ കോടതിയിൽ നിന്നും ഒരു നോട്ടീസ് ഈ ആഴ്ച തന്നെ അത് ഫയൽ ചെയ്യും. 101% അത് ഫയൽ ചെയ്യും. പിന്നെ അതൊന്നും എനിക്ക് ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതിനോടകം പല കേസുകളിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ജയസൂര്യയുടെ കേസാണെങ്കിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. പല കേസുകളിലും കക്ഷി ചേർന്നിട്ടുണ്ട്. പല ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് തന്നെ ഉള്ള ഒരാളാണ്. പക്ഷെ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് ഇനിയും ഞാൻ പറയുന്നു. ഇങ്ങനെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിന്റെ 4 ചുവടുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ട ഒരു കാര്യം ഇതുപോലെ വന്ന് പബ്ലിക് ഫോമിൽ വന്ന് വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള വൃത്തികെട്ട വേർഡുകൾ, അബ്യൂസിംഗ് വേർഡുകൾ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. അത് സൂക്ഷിക്കേണ്ടതാണ്. അത് നിയമമാണ്. അത് നിയമം എല്ലാവർക്കും ബാധകമാണ്. എനിക്കും ആ കുട്ടിക്കും ഇനി വേറെ തെറി പറയുന്നവരുണ്ടെങ്കിൽ അവർക്കും എല്ലാവർക്കും അത് നിയമം ബാധകമാണ്. അപ്പൊ ഇതിലെന്തായാലും ഈ ഒരു മാഡം ഒരു ആക്ടിവിസ്റ്റ് ആണ്. പല സാമൂഹിക പ്രവർത്തനങ്ങളിലും പല പ്രശ്നങ്ങളിലും പുള്ളിക്കാർക്ക് പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുടെയും ലൈഫിൽ ഇടപെട്ട് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല കാര്യം. അപ്പോൾ ഈ ഷാജിക്കെതിരെയും അതേപോലെ തന്നെ ഇങ്ങനത്തെ കുറച്ച് പെയ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സും വീഡിയോസും ബാഡ് കമൻറ്റ്സ് ഇടുന്ന ആൾക്കാർക്കെതിരെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കെതിരായിട്ട് കേസിന് പോകുന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല കാര്യം. അതേപോലെ ഷാജി കേസിൽ ഈ ഒരു ഡ്രഗ്സ് ഇൻസ്പെക്ടറിന് അതിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈസൻസ് ഉണ്ടോ, അത് എത്രമാത്രം അത് ആരോഗ്യത്തിന് ഹാനികരമാണെന്നുള്ള രീതിയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു മാഡം പോകുന്നുണ്ടെന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ പറയുന്നത്. വളരെ നല്ല കാര്യമാണ്. സൊസൈറ്റിക്ക് അതിനോട് ഗുണം ചെയ്യും. അതേപോലെ തന്നെ ഇവർ ഈ ഒരു തെറി പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ, അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും അങ്ങനെ വന്നിട്ട് സമൂഹത്തിൽ വന്നിട്ട് പറയാണ്ട് പാടില്ല. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും പറ്റി പരാതി ഉണ്ടെങ്കിൽ നിങ്ങളത് കേസിന് പോവുക അല്ലെങ്കിൽ കോടതിയിൽ പോവുക, അതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞിട്ട് എപ്പോഴും വന്നിട്ട് ഇങ്ങനെ തെറി പറയുന്നത് അത് എവിടുത്തെ മര്യാദയാണത്? അത് ഉറപ്പായിട്ടും ആൾക്കാർ ചോദ്യം ചെയ്യും. നിങ്ങളുടെ ആ ഒരു ടൈപ്പ് സ്വഭാവം നിർത്തുക. നിങ്ങളുടെ കമൻസിൽ വന്നിട്ട് ഇങ്ങനെ ആൾക്കാർ നിങ്ങളെ തെറി പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളും അതേ നാണയത്തിൽ തന്നെയാണ് തിരിച്ചടിക്കേണ്ടത്. നിങ്ങളൊന്നും അല്ലെങ്കിൽ കുറേ ആൾക്കാർ നിങ്ങളുടെ വീഡിയോസ് കാണുന്നതല്ലേ, നിങ്ങൾ ഇത്രയും 3-4 കുട്ടികളുടെ അമ്മയല്ലേ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ നിർത്തുക. മനസ്സിലായില്ലേ? ഇത് നിങ്ങളുടെ ഈ ഫേസ് വൈറ്റിംഗ് ക്രീമിൻ്റെ എന്തെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടന്റ്സ് നിങ്ങൾ പറയുക. ശരിക്കും അത് വീഡിയോയിൽ കാണിച്ചിട്ട് പറയുക. കാരണം വാങ്ങിക്കുന്ന ആൾക്കാർക്ക് അത് അറിയാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യുന്ന മുന്നേ തന്നെ ഈ ഫേസ് വൈറ്റിംഗ് ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ഒരു സർട്ടിഫൈഡ് അല്ലാത്ത അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ആധികാരികത എത്ര എന്നുള്ള അറിയാത്ത ക്രീംസൊക്കെ നമ്മൾ വാങ്ങിച്ചുപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിനെപ്പറ്റി ഒരു ഡോക്ടർ പറയുന്നുണ്ട്. ആ ഡോക്ടർ പറയുന്നത് കേൾക്കാം. എക്സീമ എന്ന് പറഞ്ഞാൽ നമുക്ക് വരണ്ട ചർമ്മം അല്ലെങ്കിൽ വരണ്ട് പൊട്ടുന്ന ചർമ്മമുള്ള ആളുകളിൽ ഈ ഏത് മരുന്ന് കഴിച്ചാലും വളരെ വേഗത്തിൽ സ്കിന്നിലോട്ട് അബ്സോർവ് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഉപയോഗിക്കുമ്പോൾ കെമിക്കൽസ് ആഡ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. ഏതൊക്കെ കെമിക്കൽസ് ആണ് പ്രശ്നം? ഞാൻ പറഞ്ഞതുപോലെ മെർക്കുറി, ഈ കാഡ്മിയം, അർസനിക് പോലുള്ള സാധനങ്ങൾ അടങ്ങിയിട്ടുള്ളതാണെങ്കിൽ അപ്പോൾ നമുക്കിതെങ്ങനെ അറിയാം? പല കമ്പനികളും പല രീതിയിലാണ് ഇറക്കുന്നത്. അപ്പോൾ ഈ പേരെന്താണ് പറയാത്തതെന്ന് പല ആളുകളും ചോദിച്ചു. യൂത്ത് ഫേസ് എന്നുള്ള ഒരു ക്രീമാണ് ഇപ്പോൾ വിവാദത്തിൽ ആയിരിക്കുന്നത്. അവർ പറയുന്നത്, ആ കമ്പനി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഒറിജിനൽ പ്രൊഡക്റ്റ് അല്ല വാങ്ങിച്ചത്, പല ഈ ഉപയോഗിച്ചകളെല്ലാം ഡ്യൂപ്ലിക്കേറ്റഡ് സാധനങ്ങളാണ് ഉപയോഗിച്ചത്, അതുകൊണ്ടാണ് ഇവരുടെ വൃക്ക തകരാറെന്നാണ് ഇപ്പോൾ യൂത്ത് ഫേസ് എന്നുള്ള കമ്പനി ഇപ്പോൾ പറയുന്നത്. പക്ഷേ നമ്മൾ അതിൽ നിന്നൊക്കെ മാറി നമുക്ക് വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത് ഐസൊലേറ്റഡ് ആയിട്ട് ഒരു സ്ഥലത്ത് മാത്രം ഉണ്ടായ പ്രശ്നമല്ല. ഇത് 3-4 മാസങ്ങൾക്ക് മുമ്പ് പല നോർത്ത് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 8 മാസം മുമ്പ് നോർത്ത് ഇന്ത്യയിൽ ഡൽഹി, മുംബൈ, അതുപോലെ കൽക്കട്ട പോലുള്ള സ്ഥലങ്ങളിൽ ധാരാളം കേസുകൾ ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഫേസ് ക്രീം തേച്ചിട്ട് ഇതുപോലെ വൃക്ക തകരാറുണ്ടാവുന്ന ധാരാളം കേസുകൾ, മെംബ്രൈനസ് നെഫ്രോപ്പതി ഉണ്ടാവുന്നുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നേരെ ഇത് സ്കിൻ അബ്സോർപ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ശരീരത്തിൽ എല്ലാം നമ്മൾ ഫിൽട്ടർ ചെയ്യുന്ന എവിടെ നിന്നാണ്? വൃക്ക വഴിയാണ്. ഈ വൃക്കയിലോട്ട് ഇത് കയറി പോകുമ്പോൾ വൃക്കേൻ്റെ സെൽസ് നശിക്കുകയും വൃക്കയുടെ അതിൻ്റെ അകത്ത് ഈ നേരത്തെ പറഞ്ഞതുപോലെ അരിപ്പ വലുതായി അതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് വൃക്ക പ്രവർത്തിക്കാത്ത രീതിയിലോട്ട് മാറും. ഇതേപോലത്തെ ക്രീംസ് ഒക്കെ വാങ്ങിച്ചത് തേക്കുമ്പോഴത്തേക്കും നമ്മളുടെ സ്കിന്നിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്. മനസ്സിലായില്ല? അത് സ്കിന്നിൽ അബ്സോർബ് ചെയ്തിട്ട് നമ്മളുടെ പല ഇന്ത്യൻ ഓർഗൻസിലേക്ക് എത്തും. അത് ബ്രാൻഡഡ് വാങ്ങിച്ചിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അത് അപ്രൂവ്ഡ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഭാവിയിൽ വന്നാൽ തന്നെ നിങ്ങൾക്ക് അത് ക്ലെയിമിന് പോകാം. എന്തെങ്കിലും ക്ലെയിമിൽ പൈസ കിട്ടും. കാരണം അത്രയും ബ്രാൻഡായിട്ടുള്ള കമ്പനീസാണ്. ക്ലെയിമിന് പോയിട്ട് പല ആൾക്കാർക്കും അത് ആ ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്.
പക്ഷെ ഇതേപോലെ യാതൊരു എന്താ പറയുക അടിസ്ഥാനമില്ല, സർട്ടിഫൈഡ് ആണെന്ന് അറിയില്ല, അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽസും പറയുന്നില്ല. ഇങ്ങനത്തെ ക്രീംസൊക്കെ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിൽ നിങ്ങളുടെ ഏതെങ്കിലും ഇന്റേണൽ ഓർഗൻസ്, കിഡ്നി അല്ലെങ്കിൽ ലിവറൊക്കെ അടിച്ചു പോകും. അപ്പോൾ അതൊക്കെ മാക്സിമം ശ്രദ്ധിക്കുക. അതൊക്കെ ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് എടുത്തിട്ട് മാത്രം നിങ്ങളുടെ ഇതുപോലത്തുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒരിക്കലും ഒരു ഓർഗൻ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയമായിരിക്കും. വർഷങ്ങളോളം നിങ്ങൾ മരണം വരെ മരുന്ന് കഴിക്കേണ്ടി വരും. ഒരു ഡോണറെ കിട്ടുന്നത് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ ക്രീം വാങ്ങിച്ചതിൻ്റെ ഇരട്ടി വില നിങ്ങൾ കൊടുക്കേണ്ടി വരും അതിന് വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നൊരു വീഡിയോയിൽ ഞാൻ അത്രയും പറയുന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.